അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മളുടെ ഏവരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്നുള്ളത്. നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ സ്വർഗപ്രവേശനം ഉറപ്പാക്കാൻ അത് കാരണമാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. സൂറത്ത് ആല ഇംറാനിന്റെ 31-ാം വചനത്തിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ, തങ്ങൾ പറയൂ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരുക. എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരികയും ചെയ്യും നിങ്ങളുടെ പാപങ്ങൾ. അപ്പൊ വിശ്വാസികളോട് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കണം. അള്ളാഹിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബിയെ പിന്തുടരണം. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള വലിയ ബഹളമയമായ ഒരു സംഭവമാണ് നബിദിനാഘോഷം എന്നുള്ളത്. അത് പ്രവാചകർ സ്നേഹിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പലരും പ്രഖ്യാപിക്കാറുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുക, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ എന്താ? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, സ്നേഹിക്കുന്നു എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരൂ എന്ന് പറയൂ നബിയേ. അള്ളാഹ് പറയാൻ പുൽ പറ. അപ്പൊ നബിതങ്ങളോട് അള്ളാഹു താല പറയുന്നത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മുഹമ്മദ് നബിയെ പിന്തുടരണം എന്നുള്ളതാണ്. എങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന പരിപാടി അത് വളരെ പുണ്യകരമായ കാര്യമാണെന്നാണ് നമ്മുടെ സഹോദരങ്ങൾ പഠിപ്പിക്കാറുള്ളത്. എങ്കിൽ ഈ വിഷയം ഒരു പുണ്യകർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? അള്ളാഹിനോടുള്ള സ്നേഹപ്രകടനമായിരിക്കണമല്ലോ, അള്ളാഹിന്റെ റിള വേണമല്ലോ. എങ്കിൽ അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾ മുഹമ്മദ് നബിയെ പിന്തുടരണം. എല്ലാ കാര്യങ്ങളിലും തന്റെ ആരാധനാ കാര്യങ്ങൾ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിന്റെ സമയം, നബിയുടെ രൂപം, നബിയുടെ നമസ്കാരത്തിന്റെ ശൈലി, അതിന്റെ ഷർത്തുകള്, അതിന്റെ ഫർളുകള്, അതിന്റെ സുന്നത്തുകള്, അതിന്റെ റകാത്തുകളുടെ എണ്ണം ഒക്കെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചോ അങ്ങനെ നമ്മൾ നമസ്കരിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് കർമ്മം, റസൂലുള്ളാഹി പറഞ്ഞു, ഹുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ തവാഫ് ചെയ്തു അങ്ങനെ തവാഫ് ചെയ്യും, എങ്ങനെ സഅയ് ചെയ്തു അങ്ങനെ സഅയ് ചെയ്യും, എങ്ങനെ ജംറയിൽ കല്ലെറിഞ്ഞു അങ്ങനെ കല്ലെറിയും, അറഫയിൽ എങ്ങനെ നിന്നു അങ്ങനെ നിൽക്കും, മുസ്ദലിഫയിൽ എങ്ങനെ രാപ്പാർത്തു അങ്ങനെ രാപ്പാർക്കും, മീനയിൽ എങ്ങനെ രാപ്പാർത്തു അങ്ങനെ രാപ്പാർക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ ചെയ്തത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പിന്തുടരും. എങ്കിൽ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വലിയൊരുനാളിനെക്കാണ വലിയ പെരുന്നാളാണെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പഠിപ്പിക്കുന്നത്. അന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറിനെക്കാണ പുണ്യമുണ്ടെന്നാ പറയുന്നത്. ഇത്രയും വലിയൊരു ആരാധന നിർവഹിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ എങ്ങനെയാണ് അത് നിർവഹിച്ചത് എന്നറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവില്ലേ? അതിനുള്ള അവകാശം നമുക്കില്ലേ? മാത്രമല്ല അള്ളാഹ് പറഞ്ഞു, മൻ യുതഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ആഘോഷം നടത്തി അത് നമുക്കറിയണം. അങ്ങനെ നമ്മൾ ആഘോഷം നടത്തേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദറിനെ കാണാൻ പുണ്യം നമുക്ക് നേടേണ്ടതുണ്ട്. വലിയ പെരുന്നാളിനെ കാണുള്ള വലിയ ആഘോഷം നമുക്ക് നടത്തേണ്ടതുണ്ട്. അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ എങ്കിലാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയുള്ളൂ. അള്ളാഹ് പറഞ്ഞത്, കുൽ പറ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, അള്ളാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിന്തുടരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ജന്മദിനത്തിന് ഒന്ന് പിന്തുടരാൻ, പ്രവാചകന്റെ മാതൃകയിൽ ഒന്ന് നബിദിനാഘോഷം നടത്താൻ എന്തുണ്ട് സഹോദരങ്ങളെ? ഇസ്ലാമിന്റെ രേഖയിൽ തെളിവുകൾ വല്ലതുമുണ്ടോ? അള്ളാന്റെ റസൂല് തന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരി പറഞ്ഞതായി ഒരു ഹദീസും ആർക്കും കാണാൻ കഴിയില്ല. പ്രവാചകന്റെ കാലത്ത് നുബുവത്ത് ലഭ്യമായി മരിക്കുന്നത് വരെ റബീഉൽ അവ്വൽ 12 പലപ്പോഴും വന്നു പോയിട്ടുണ്ട്. അന്ന് നബി അനങ്ങിയില്ല. പ്രവാചകൻ മരിക്കുന്നത് വരെയുള്ള വർഷങ്ങളിലുള്ള റബീഉൽ അവ്വൽ 12 ആരും പരിഗണിക്കാതെ പോയി. സുദീഖുൽ അക്ബറിന്റെ കാലത്ത് അങ്ങനെയുള്ള ആർക്കും ഇത് അറിയാതെ പോയി. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ സംഭവം ഇല്ല.
പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്നുള്ള ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ട് നബി എങ്ങനെ ചെയ്തു അങ്ങനെ സഹാബാക്കൾ ചെയ്യുമായിരുന്നു. ഇല്ലാത്തൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അതിന്റെ പേരാണ് ബിദ്അത്ത്. ആ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സന്മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്, ആരോടുമുള്ള വാശിയല്ല. റബ്ബ് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.